രാവിലെ തന്നെ ചീനിയുടെയൊക്കെ ചീനിക്കകത്ത് വെള്ളം കയറിയതുകൊണ്ട് അവർ ചീനിയെല്ലാം പറിക്കുകയാണ്. അപ്പോഴാണ് മകേഷ് ചൂണ്ടയിടാൻ അതിലേക്കൂടെ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പയ്യൻ 2 മൂടി ചീനി അങ്ങ് തൂക്കി. അങ്ങനെ ഞാനും മകേഷും കൂടെ മകേഷിൻ്റെ ഒക്കെ വീട്ടിൽ ചീനി കൊണ്ടുവെക്കാൻ വേണ്ടി പോയി. ചീനിയും കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നീരജും ഹരിക്കുട്ടനോടെ സൈക്കിളിൽ പോകുന്നു. നീരേൻ്റെയിലാണെങ്കിലും ഒരു കമ്പിരിപ്പുണ്ട്. അവൻ പറയുന്നത് ചൂണ്ടയാണെന്നാണ്. പിന്നെ ഞാനും മകേഷും കൂടെ ബണ്ടിൻ്റെ അവിടെ വരെ പോയി. അവിടെ വെള്ളം നോക്കാൻ വേണ്ടി പോയതാണ്. കഴിഞ്ഞ ദിവസം ഞാനും മകേഷും കൂടെ ചൂണ്ടയിടാൻ വന്നപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് വരെ വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ വരെ ഒന്ന് വന്നു. പന്തളം മകേഷിന് ചൂണ്ട മേടിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. ചൂണ്ട മേടിച്ചു കഴിഞ്ഞപ്പോൾ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വരെ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇദൂസ് മോഹൻ അവിടെ നിൽക്കുന്നു. വൈകുന്നേരം വന്നപ്പോൾ വീണ്ടും വെള്ളം കുറച്ച് കൂടി. വെള്ളം കയറുമ്പോൾ നാട് കാണാൻ കുറച്ചുകൂടി ഭംഗിയൊക്കെ. സമീപത്ത് താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ വെള്ളം കയറിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. വീണ്ടും ഞങ്ങൾ ചൂണ്ടയിടാൻ ബണ്ടിൻ്റെ അവിടെ പോയി. നമ്മുടെ കേച്ചാണെങ്കിൽ വൈകുന്നേരത്തെ ചേരിക്കലിൻ്റെ ഭംഗിയൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവനും ദേവൻ്റെ അനിയനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സ്ഥലം കാണാൻ നമ്മുടെ പിള്ളേരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മകേഷ് വണ്ടിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ബൈക്കിൽ ഇതിലെ കൂടെ പോയതാണ്. വൈകുന്നേരം ആയപ്പം പോകാൻ കഴിയില്ല, അതുപോലെ വെള്ളമായി. അതിനിടയ്ക്ക് മകേഷിൻ്റെ ഓരോ കോപ്രായങ്ങൾ. അപ്പോഴത്തേക്കിന് വെല്ലുമോനും വന്നു. വെള്ളത്തിൽ വെച്ച് ഞങ്ങൾ സോജിക്കാനെയും ഹാപ്പി കിഡിനെയും മഹേഷ് സോമനെയും കണ്ടു. അങ്ങനെ വൈകുന്നേരം ഇതിലെ കൂടെ നടക്കാൻ നല്ല രസമാണ്. വൈകുന്നേരം അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്.